ഹായ് കൂട്ടുകാരെ, ഏവർക്കും ഇൻഡോ ലേണിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന ലെസൺ പാർട്ട് 2 ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. യെസ്, പാർട്ട് 1-ൽ എവിടെയാണ് നിർത്തിയതെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? യെസ്, ഹരിതഗിരി എന്ന കൊച്ചു മനോഹരമായ ഗ്രാമത്തിലേക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ധാരാളം പക്ഷികളെത്തി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ബേർഡ്സ്, പക്ഷികൾ എൻജോയ്ഡ്, ആസ്വദിച്ചു. എന്താണ് ആസ്വദിച്ചത്? ദ ട്രീറ്റ് എന്നാൽ ഇവിടെ സൽക്കാരം എന്നാണ് അർത്ഥം. ഓഫ് ദ വില്ലേജേഴ്സ്, ഗ്രാമീണരുടെ. പക്ഷികൾ ഗ്രാമീണരുടെ സൽക്കാരം ആസ്വദിച്ചു. ദേ, അവർ, അതായത് പക്ഷികൾ, ബിൽട്ട് എന്നാൽ മെയ്ഡ്, ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? നെറ്റ്സ്, കൂടുകൾ. ആൻഡ് എന്നിട്ട് ലെയ്ഡ് എഗ്സ് എന്നാൽ മുട്ടയിട്ടു. ഇന്തം, അവയിൽ. അവർ കൂടുകൾ ഉണ്ടാക്കി അവയിൽ മുട്ടയിട്ടു. വീക്സ്, ആഴ്ചകൾ. പാസ്ഡ്, കടന്നുപോയി. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ദ എഗ്സ്, മുട്ടകൾ. ഹാച്ച്ഡ്, വിരിഞ്ഞു. മുട്ടകൾ വിരിഞ്ഞു. അറ്റ് ദി എൻഡ് ഓഫ് എന്നാൽ അവസാനത്തിൽ. സമ്മർ, വേനൽക്കാലം. അറ്റ് ദി എൻഡ് ഓഫ് സമ്മർ, വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ. ദ ബേർഡ്സ്, പക്ഷികൾ. ഫ്ലൂ ബാക്ക്, തിരികെ പറന്നു. വിത്ത്, കൊണ്ട്. എന്തുകൊണ്ടാ തിരികെ പറന്നത്? ദേർ, അവരുടെ. ചിക്സ് എന്നാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ. വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങളുമായി തിരികെ പറന്നുപോയി. ലവ്ലി, മനോഹരമായ. ഫെദേഴ്സ്, തൂവലുകൾ. ലവ്ലി മീൻസ് ബ്യൂട്ടിഫുൾ. ലവ്ലി ഫെദേഴ്സ്, മനോഹരമായ തൂവലുകൾ. ലേ സ്പ്രെഡ് എന്നാൽ ചിതറിക്കിടന്നു. എറൗണ്ട്, ചുറ്റും. ദ ട്രീസ്, മരങ്ങൾക്ക്. മനോഹരമായ തൂവലുകൾ മരങ്ങൾക്ക് ചുറ്റും ചിതറിക്കിടന്നു. കാരണം എന്താണ്? മരങ്ങളുടെ മുകളിലാണ് പക്ഷികൾ ഇരിക്കാറുള്ളത്. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ടല്ലോ. വിൽ ദ ചിൽഡ്രൻ കളക്ട് എന്നാൽ ശേഖരിക്കുക. ഫെദേഴ്സ്, തൂവലുകൾ. കുട്ടികൾ തൂവലുകൾ ശേഖരിക്കുമോ? വാട്ട് വിൽ യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? ഇഫ് യു ഗെറ്റ് സം ഫെദേഴ്സ്, നിങ്ങൾക്ക് കുറച്ച് തൂവലുകൾ കിട്ടിയാൽ കൂട്ടുകാർ എന്താണ് ചെയ്യുക? കൂട്ടുകാർ സ്വയം ഉത്തരം കണ്ടെത്തുമല്ലോ. ഓക്കെ, നോക്കൂ. ഓൾ ദ ബേർഡ്സ്, എല്ലാ പക്ഷികളും. ലെഫ്റ്റ്, ലീവ്, വിട്ടുപോവുക. ലെഫ്റ്റ്, വിട്ടുപോയി. ദ വില്ലേജ്, ആ ഗ്രാമം. എല്ലാ പക്ഷികളും ആ ഗ്രാമം വിട്ടുപോയി. കാരണം എന്താണ്? വേനൽക്കാലം കഴിഞ്ഞു, ഉത്സവവും കഴിഞ്ഞു. ദ വില്ലേജ്, ആ ഗ്രാമം. ബിക്കെയിം, ആയി. എന്തായി? സൈലന്റ്, നിശബ്ദം. എഗെയിൻ, വീണ്ടും. ആ ഗ്രാമം വീണ്ടും നിശബ്ദമായി. ഇപ്പോൾ ആ ഗ്രാമത്തിൽ പക്ഷികളുടെ ശബ്ദങ്ങളില്ല. ഗ്രാമം വീണ്ടും നിശബ്ദമായി. ചിൽഡ്രൻ, കുട്ടികൾ. സ്റ്റാർട്ടഡ്, തുടങ്ങി. എന്തിനാണ് തുടങ്ങിയത്? കളക്ട്, ശേഖരിക്കുക. ടു കളക്ട്, ശേഖരിക്കാൻ. ദ ഫാളൻ ഫെദേഴ്സ് എന്നാൽ വീണുകിടക്കുന്ന തൂവലുകൾ. കുട്ടികൾ വീണുകിടക്കുന്ന തൂവലുകൾ ശേഖരിക്കാൻ തുടങ്ങി. വിൽ ടിങ്കിൾ ആൻഡ് ഡിംപിൾ കളക്ട് ഫെദേഴ്സ്, ടിങ്കിളും ഡിംപിളും തൂവലുകൾ ശേഖരിക്കുമോ? നമുക്ക് നോക്കാം. ടിങ്കിൾ ആൻഡ് ഡിംപിൾ, ടിങ്കിളും ഡിംപിളും. വേർ കളക്ടിങ്, കളക്ട് ശേഖരിക്കുക. വേർ കളക്ടിങ്, ശേഖരിക്കുകയായിരുന്നു. ഫെദേഴ്സ്, തൂവലുകൾ. ടിങ്കിളും ഡിംപിളും തൂവലുകൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കൂ. ഹേ ടിങ്കിൾ, ലുക്ക്, നോക്കൂ. കം, വരൂ. ആൻഡ് സീ ദിസ്, ഇത് കാണൂ. അപ്പോൾ അവിടെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡിംപിൾ പോയിന്റഡ് എന്നാൽ ചൂണ്ടിക്കാട്ടി. ടു എ ഹീപ്പ് എന്നാൽ കൂമ്പാരം.
ടു എ ഹീപ്പ് ഒരു കൂമ്പാരത്തിലേക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. ഡ്രൈ ലീവ്സ് എന്നാൽ ഉണങ്ങിയ ഇലകൾ. ഡിംപിൾ ഉണങ്ങിയ ഇലകളുടെ ഒരു കൂമ്പാരത്തിലേക്ക് ചൂണ്ടിക്കാട്ടി. ദേ അവർ, അതായത് ടിങ്കിളും ഡിംപിളും സെറ്റ് ഡൗൺ. സെറ്റ് ഡൗൺ എന്നാൽ താഴെയിരുന്നു, നിലത്തിരുന്നു. എന്തിനാണ്? ടു ഹാവ് എ ക്ലോസർ ലുക്ക്. ടു ഹാവ് എ ക്ലോസർ ലുക്ക് എന്നാൽ കൂടുതൽ അടുത്തു കാണാനായി. അവർ കൂടുതൽ അടുത്തു കാണാനായി താഴെയിരുന്നു. അപ്പോൾ ദേർ അവരുടെ ഐസ് കണ്ണുകൾ വൈഡൻഡ് വിടർന്നു. അവരുടെ കണ്ണുകൾ വിടർന്നു. എന്തായിരിക്കും അവരുടെ കണ്ണുകൾ വിടരാൻ കാരണം? യെസ്, അതിശയമുണ്ടാക്കുന്ന, അത്ഭുതമുണ്ടാക്കുന്ന എന്തോ അവർ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. വാട്ട് ഡിഡ് ദേ സീ ദേർ? അവിടെ എന്താണ് അവർ കണ്ടത്? നമുക്ക് നോക്കാം. യെസ്, എന്താണ് കണ്ടതെന്ന് നോക്കൂ. എ ഗോൾഡൻ എഗ്. ഗോൾഡൻ എന്നാൽ സ്വർണ്ണ കളറുള്ള എഗ്, മുട്ട. സ്വർണ്ണ കളറുള്ള ഒരു മുട്ടയാണ് അവർ കണ്ടത്. ദേ അവർ ഹാഡ് നെവർ സീൻ. ഹാഡ് സീൻ എന്നാൽ കണ്ടിട്ടുണ്ടായിരുന്നു. നെവർ വന്നാൽ നെഗറ്റീവ് അർത്ഥമാവും. ദേ ഹാഡ് നെവർ സീൻ അവർ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സച്ചി ഇതുപോലുള്ള എൻ എഗ് ഒരു മുട്ട ബിഫോർ മുമ്പേ. അവർ മുമ്പേ ഒരിക്കലും ഇതുപോലുള്ള ഒരു മുട്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാർ സ്വർണ്ണ കളറുള്ള മുട്ട കണ്ടിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. നോക്കൂ, ടിംപിൾ ആൻഡ് ടിങ്കിൾ. ടിംപിളും ടിങ്കിളും ടുക്ക് എടുത്തു. എന്താ എടുത്തത്? ദ ഗോൾഡൻ എഗ്, സ്വർണ്ണ കളറുള്ള മുട്ട. ടു ദേർ അവരുടെ ഹെൻ ഹൗസ്. ഹെൻ ഹൗസ് എന്നാൽ കോഴിക്കൂട് എന്നാണ്. ഡിംപിളും ടിങ്കിളും അവരുടെ കോഴിക്കൂടിനടുത്തേക്ക് ആ സ്വർണ്ണ കളറുള്ള മുട്ട എടുത്തു. എന്തിനായിരിക്കും കോഴിക്കൂടിനടുത്തേക്ക് ആ സ്വർണ്ണ കളറുള്ള മുട്ട എടുത്തിട്ടുണ്ടാവുക? നോക്കൂ, ദ ഹെൻ പിടക്കോഴി വാസ് ബ്രൂഡിംഗ്. ബ്രൂഡ് എന്നാൽ അടയിരിക്കുക. വാസ് ബ്രൂഡിംഗ് അടയിരിക്കുകയായിരുന്നു. ഓവർ ഇറ്റ്സ് എഗ്സ് എന്നാൽ അതിന്റെ മുട്ടകളുടെ മേൽ. പിടക്കോഴി അതിന്റെ മുട്ടകളുടെ മുകളിൽ അടയിരിക്കുകയായിരുന്നു. ടിങ്കിൾ കെപ്റ്റ്, കീപ്പ് വെക്കുക, കെപ്റ്റ് വെച്ചു. ദ ഗോൾഡൻ എഗ് സ്വർണ്ണ കളറുള്ള മുട്ട നിയർ അടുത്ത്. ദ ഹെൻ പിടക്കോഴിയുടെ അടുത്ത്. കെയർഫുള്ളി ശ്രദ്ധയോടെ. ടിങ്കിൾ പിടക്കോഴിയുടെ അടുത്ത് ശ്രദ്ധയോടെ ആ ഗോൾഡൻ എഗ് വെച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു നോക്കൂ. പ്ലീസ് ദയവായി. ടേക്ക് കെയർ. ടേക്ക് കെയർ എന്നാൽ സംരക്ഷിക്കൂ, ശ്രദ്ധിക്കൂ. ഓഫ് ദിസ് എഗ് ഈ മുട്ട. ടു കൂടി. ദയവായി ഈ മുട്ട കൂടി ശ്രദ്ധിക്കൂ. സെഡ് പറഞ്ഞു. ഡിംപിൾ ഡിംപിൾ പറഞ്ഞു. പിടക്കോഴിക്ക് ഇഷ്ടമായോ അല്ലയോ എന്ന് നോക്കൂ കൂട്ടുകാരെ. യെസ്, ക്ലക്ക് ക്ലക്ക്. ദ ഹെൻ ക്ലക്ക്ഡ്. പിടക്കോഴി ക്ലക്ക്ഡ് എന്നാൽ ക്ലക്ക് ക്ലക്ക് എന്ന ശബ്ദമുണ്ടാക്കി. ആൻഡ് എന്നിട്ട് ഡ്രൂ വലിച്ചെടുത്തു. ദ എഗ് ആ മുട്ട. ക്ലോസ് അടുത്തേക്ക്. ടു ഇറ്റ് അതിന്റെ അടുത്തേക്ക് ആ മുട്ട വലിച്ചെടുത്തു. പിടക്കോഴി ക്ലക്ക് ക്ലക്ക് എന്ന ശബ്ദമുണ്ടാക്കിയത് എന്തിനായിരുന്നു? യെസ്, അതിന് സമ്മതമാണ് എന്ന് പറയാൻ. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. വിൽ ദ എഗ് ഹാച്ച്? ഹാച്ച് എന്നാൽ വിരിയുക. വിൽ ദ എഗ് ഹാച്ച്? മുട്ട വിരിയുമോ? നമുക്ക് നോക്കാം. എവരിഡേ എല്ലാ ദിവസവും. ദ ചിൽഡ്രൻ കുട്ടികൾ. വിസിറ്റഡ് സന്ദർശിച്ചു. ദ ഹെൻ ഹൗസ് കോഴിക്കൂടിൽ. എല്ലാ ദിവസവും കുട്ടികൾ കോഴിക്കൂട്ടിൽ സന്ദർശിച്ചു. എന്താ സന്ദർശിക്കാൻ കാരണം? മുട്ട വിരിഞ്ഞോ എന്നറിയാൻ. ദേ അവർ വെയിറ്റഡ് കാത്തിരുന്നു. ഫോർ വേണ്ടി. എന്തിനു വേണ്ടി? ദ എഗ് മുട്ട. ടു ഹാച്ച് വിരിയാൻ. അവർ മുട്ട വിരിയാൻ വേണ്ടി കാത്തിരുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ടു ദ ഗോൾഡൻ എഗ് സ്വർണ്ണക്കളറുള്ള മുട്ടയ്ക്ക്. ആ സ്വർണ്ണക്കളറുള്ള മുട്ടയ്ക്ക് എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ആഫ്റ്റർ സം വീക്സ്. ആഫ്റ്റർ എന്നാൽ ശേഷം. സം വീക്സ് കുറച്ചാഴ്ചകൾ.
കുറച്ചാഴ്ചകൾക്ക് ശേഷം ദ ഗോൾഡൻ എഗ്, സ്വർണ്ണക്കളറുള്ള മുട്ട, ഹാച്ച്ഡ്, വിരിഞ്ഞു. എന്നിട്ട് നോക്കൂ, ഒരു ടൈനി മീൻസ് വെരി സ്മോൾ, വളരെ ചെറിയ, ചിക്ക്, കുഞ്ഞ് പക്ഷിക്കുഞ്ഞാണ് ഇവിടെ, കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് പുറത്തേക്ക് വന്നു. നോക്കൂ, ഇറ്റ്, അതിന് ഹാഡ്, ഉണ്ടായിരുന്നു, ഷോർട്ട്, ചെറിയ, വിങ്സ്, ചിറകുകൾ, അതിന് ചെറിയ ചിറകുകൾ ഉണ്ടായിരുന്നു. ആൻഡ്, കൂടാതെ, യെല്ലോ, ഒരു മഞ്ഞ, ബീക്ക് എന്നാൽ കൊക്ക്, ഒരു മഞ്ഞ കൊക്കുമുണ്ടായിരുന്നു. ലുക്ക്, നോക്കൂ, ഹൗ ക്യൂട്ട്, ക്യൂട്ട് മീൻസ് ബ്യൂട്ടിഫുൾ, ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്, എന്ത് മനോഹരമാണ് അത്. ടിങ്കിൾ ഷൗട്ടഡ്, ഉച്ചത്തിൽ പറഞ്ഞു. ഇൻ ജോയ്, സന്തോഷത്താൽ. ടിങ്കിൾ സന്തോഷത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലുക്ക്, നോക്കൂ, ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്, അത് എന്തുമാത്രം, ഇത്രമാത്രം മനോഹരമാണ്. ഡിംപിൾ ടുക്ക്, ഡിംപിൾ എടുത്തു. ഇറ്റ്, അതിനെ, പക്ഷിക്കുഞ്ഞിനെ. ഇൻ ഹെർ ഹാൻഡ്, ഹാൻഡ് കൈ, ഇൻ ഹെർ ഹാൻഡ്, അവളുടെ കയ്യിൽ. ഡിംപിൾ ആ പക്ഷിക്കുഞ്ഞിനെ അവളുടെ കയ്യിൽ എടുത്തു. ആൻഡ്, എന്നിട്ട് ഹെൽഡ്, പിടിച്ചു. ഇറ്റ്, അതിനെ, ക്ലോസ്, അടുത്തേക്ക്, അതിനെ അടുത്തേക്ക് പിടിച്ചു. ഡിംപിൾ ആ പക്ഷിക്കുഞ്ഞിനെ കയ്യിലെടുത്തു, അതിനെ അവളുടെ അടുത്തേക്ക്, അതായത് ചേർത്തി പിടിച്ചു. വി വിൽ കോൾ, കോൾ എന്നാൽ വിളിക്കുക. വി വിൽ കോൾ, ഞങ്ങൾ വിളിക്കും. യു, നിന്നെ, ഗോൾഡി, ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും. സെഡ്, പറഞ്ഞു. ആരാ പറഞ്ഞത്? ഡിംപിൾ. ഡിംപിൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിനെ ഗോൾഡി എന്ന് പേരിട്ടത്? യെസ്, അത് സ്വർണ്ണ കളറുള്ള മുട്ടയിൽ നിന്നും വിരിഞ്ഞതായിരുന്നു. നമുക്കിവിടെ ഒരു ചോദ്യമുണ്ട്. വിൽ ദ ഹെൻ ലുക്ക് ആഫ്റ്റർ, ലുക്ക് ആഫ്റ്റർ എന്നാൽ സംരക്ഷിക്കുക, ശ്രദ്ധിക്കുക. വിൽ ദ ഹെൻ ലുക്ക് ആഫ്റ്റർ, പിടക്കോഴി ശ്രദ്ധിക്കുമോ? ഗോൾഡി ടു, ഗോൾഡിയെയും കൂടി, പിടക്കോഴി ഗോൾഡിയെയും കൂടി ശ്രദ്ധിക്കുമോ? നമുക്ക് നോക്കാം. ദ ഹെൻ, ആ പിടക്കോഴി, ഫെഡ്, ഫെഡ്, ഫീഡ്, തീറ്റ കൊടുക്കുക, ഫെഡ്, തീറ്റ കൊടുത്തു. ഗോൾഡി, ഗോൾഡിക്ക് തീറ്റ കൊടുത്തു. എലോങ് വിത്ത്, എലോങ് വിത്ത് എന്നാൽ കൂടെ, അതിനോടൊപ്പം. ഇറ്റ്സ് ചിക്സ്, അതിന്റെ കുഞ്ഞുങ്ങൾ. പിടക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഗോൾഡിക്ക് തീറ്റ കൊടുത്തു. ഗോൾഡി ഫോളോഡ്, പിന്തുടർന്നു. ദ മദർ ഹെൻ, അമ്മക്കോഴിയെ, അമ്മക്കോഴിയെ. വേറെവർ, എവിടെയായിരുന്നാലും. ഷീ വെന്റ്, അവൾ പോയത്. ഗോൾഡി അമ്മക്കോഴിയെ, അവൾ എവിടെ പോയിരുന്നാലും അവളെ പിന്തുടർന്നു. ദ ഹെൻ, പിടക്കോഴി, ടോട്ട്, പഠിപ്പിച്ചു. ഗോൾഡി, ഗോൾഡിയെ പഠിപ്പിച്ചു. ടു സ്ക്രാച്ച്, സ്ക്രാച്ച് എന്നാൽ മാന്തുക. ദ ഗ്രൗണ്ട്, നിലം. ആൻഡ് പെക്കറ്റ്, പെക്ക് അറ്റ് എന്നാൽ കൊത്തി തിന്നുക. വോംസ്, പുഴുക്കളെയും. ആൻഡ് ഫ്ലൈസ്, പ്രാണികളെയും. പിടക്കോഴി ഗോൾഡിയെ മണ്ണിലേക്ക് മാന്താനും അഥവാ ചുരണ്ടാനും പുഴുക്കളെയും പ്രാണികളെയും കൊത്തിത്തിന്നാനും പഠിപ്പിച്ചു. കൂട്ടുകാർക്ക് കാണാം, കോഴി അതിന്റെ കാലുകൊണ്ട് മാന്തി മാന്തി മണ്ണിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത്. ഹൗ ഡസ്, എങ്ങനെ, ഗോൾഡി ഡിഫർ ഫ്രം അതർ ചിക്സ്, മറ്റ് കോഴിക്കുഞ്ഞുകളിൽ നിന്നും ഗോൾഡി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. വൺ ഡേ, ഒരു ദിവസം, ഗോൾഡി ആൻഡ് ദി ചിക്സ്, ഗോൾഡിയും മറ്റ് കോഴിക്കുഞ്ഞുങ്ങളും, വെന്റ് പോയി, നിയർ, അടുത്ത്, ദ റിവർ, പുഴ, നദി. ഒരു ദിവസം ഗോൾഡിയും മറ്റ് കോഴിക്കുഞ്ഞുങ്ങളും പുഴക്കരികിലേക്ക് പോയി. സഡൻലി, പെട്ടെന്ന്, ഗോൾഡി ജംപ്ഡ്, ചാടി, ഇൻറ്റുലേക്ക്, ഇൻറ്റു ദ വാട്ടർ, വെള്ളത്തിലേക്ക്. ആൻഡ്, എന്നിട്ട് സ്റ്റാർട്ടഡ്, തുടങ്ങി, സ്വിമ്മിങ്, നീന്താൻ. പെട്ടെന്ന് ഗോൾഡി വെള്ളത്തിലേക്ക് ചാടി നീന്താൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മക്കോഴി എന്താണ് ചെയ്തത് നോക്കൂ. ക്ലക്ക് 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 എന്നാൽ ശബ്ദമാണ്, കോഴി ഉണ്ടാക്കിയ ശബ്ദമാണ്.
ദ ഹെൻ പിടക്കോഴി ക്ലക്കഡ് ശബ്ദമുണ്ടാക്കി. ഇൻ വണ്ടർ. ഇൻ വണ്ടർ എന്നാൽ ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ എന്നാണ് അർത്ഥം. അതായത് ഗോൾഡി വെള്ളത്തിലിറങ്ങി നീന്തുന്നത് കണ്ടപ്പോൾ അമ്മക്കോഴിക്ക് അത്ഭുതം തോന്നി. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ഗോൾഡി ലേൺ? ലേൺ എന്നാൽ പഠിച്ചത്. ടു സ്വിം നീന്താൻ. എങ്ങനെയാണ് ഗോൾഡി നീന്താൻ പഠിച്ചത്? ഗോൾഡിയെ ആരും പഠിപ്പിച്ചതല്ല, ഗോൾഡിക്ക് സ്വയം നീന്താൻ അറിയാം. ദ റിവർ നദി ഇൻ ഹരിതഗിരി. ഹരിതഗിരിയിലെ നദി അഥവാ പുഴ വാസ് ആയിരുന്നു. ഡേട്ടി. ഡേട്ടി എന്നാൽ വൃത്തികെട്ട, മലിനമായ. ഹരിതഗിരിയിലെ പുഴ മലിനമായിരുന്നു. ദ വാട്ടർ വെള്ളം വാസ് ആയിരുന്നു, ഓൾമോസ്റ്റ് ഏതാണ്ട്, ബ്ലാക്ക് ഇൻ കളർ എന്നാൽ കറുപ്പ് നിറം. ആ നദിയിലെ വെള്ളം ഏതാണ്ട് കറുപ്പ് നിറമായിരുന്നു. ആണ് വെള്ളത്തിന് കറുപ്പ് നിറമുണ്ടാകാൻ കാരണം? യെസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കുപ്പികൾ, വുഡ് പീസസ് മരക്കഷ്ണങ്ങൾ, കേരി ബാഗ്സ്. കേരി ബാഗ്സ് എന്നാൽ പ്ലാസ്റ്റിക്കോ പേപ്പറോ തുണിയോ ഉപയോഗിച്ചുണ്ടാക്കുന്ന സഞ്ചി. ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് പാഴ്വസ്തുക്കളും കവേർഡ് പൊതിഞ്ഞിരുന്നു ദ വാട്ടർ വെള്ളത്തെ. വെള്ളത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസും മരക്കഷ്ണങ്ങളും കേരി ബാഗ്സും പാഴ്വസ്തുക്കളും കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതായത് വെള്ളത്തിന് മുകളിൽ ഇവയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. നോക്കൂ, നോബഡി ഇൻ ദ വില്ലേജ് കെയേർഡ്. നോബഡി കെയേർഡ് എന്നാൽ ആരും ശ്രദ്ധിച്ചില്ല. ഇൻ ദ വില്ലേജ് ഗ്രാമത്തിലെ ആരും ശ്രദ്ധിച്ചില്ല. എബൌട്ട് ദി റിവർ, റിവറിനെ പറ്റി, ആ റിവറിനെ കുറിച്ച്, ആ റിവറിനെ പറ്റി ആരും ശ്രദ്ധിച്ചില്ല. വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു? കുട്ടികൾ എന്തു ചെയ്യും? വെൻ ഗോൾഡി സ്വിംസ് ഇൻ ദ വാട്ടർ. ഗോൾഡി വെള്ളത്തിൽ നീന്തുമ്പോൾ, ഗോൾഡി വെള്ളത്തിൽ നീന്തുമ്പോൾ കുട്ടികൾ എന്തു ചെയ്യും? നമുക്ക് നോക്കാം. അവരെന്താണ് ചെയ്യുന്നത് നോക്കൂ. ഡിംപിൾ ആൻഡ് ടിങ്കിൾ. ഡിംപിളും ടിങ്കിളും വേർ വാച്ചിങ്, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗോൾഡി സ്വിമ്മിങ്, ഗോൾഡി നീന്തുന്നത്. ഡിംപിളും ടിങ്കിളും ഗോൾഡി നീന്തുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലുക്ക്, നോക്കൂ. ഗോൾഡി സ്വിംസ് വെൽ. ഗോൾഡി സ്വിംസ് നീന്തുന്നു. വെൽ നന്നായി. ഗോൾഡി നന്നായി നീന്തുന്നു. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ടിങ്കിൾ. ടിങ്കിൾ പറഞ്ഞു. ഗോൾഡി കം ബാക്ക്. അല്ലേ, ഗോൾഡി തിരിച്ചു വരൂ. ദ വാട്ടർ ഈസ് ടൂ ഡേർട്ടി. വാട്ടർ വെള്ളം ഈസ് ആണ്, ടൂ വളരെ, ഡേർട്ടി. ഡേർട്ടി എന്നാൽ വൃത്തിയില്ലാത്ത. വെള്ളം വളരെ വൃത്തികെട്ടതാണ്, മലിനമാണ്. കോൾഡ് ഔട്ട്, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഡിംപിൾ. ഡിംപിൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? കം ബാക്ക്, തിരിച്ചു വരൂ ഗോൾഡി. വാട്ടർ ഈസ് ടൂ ഡേർട്ടി. വെള്ളം മലിനമാണ്. ഹൗ ക്യാൻ വി കീപ്പ് അവർ റിവേഴ്സ് ക്ലീൻ? നമുക്ക് നമ്മുടെ പുഴ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം? നോക്കൂ. വൺ ഡേ, ഒരു ദിവസം, ഗ്രാൻഡ്പ. ഗ്രാൻഡ്പ എന്നാൽ മുത്തച്ഛൻ. വിസിറ്റഡ്, സന്ദർശിച്ചു. ഡിംപിൾ ആൻഡ് ടിങ്കിൾ. ഡിംപിളിനെയും ടിങ്കിളിനെയും. ഒരു ദിവസം ഡിംപിളിനെയും ടിങ്കിളിനെയും മുത്തച്ഛൻ സന്ദർശിച്ചു. ഹി, അദ്ദേഹം. സോ, കണ്ടു. ഗോൾഡി, അദ്ദേഹം ഗോൾഡിയെ കണ്ടു. വേർ, എവിടെ. ഡിഡ് യു ഗെറ്റ്, നിങ്ങൾക്ക് ലഭിച്ചു. ദിസ് സ്റ്റിക്ക് ഫ്രം, ഈ പക്ഷിക്കുഞ്ഞിനെ. ഈ പക്ഷിക്കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ, ആസ്ക്ഡ്, ചോദിച്ചു. ഇൻ വണ്ടർ, അത്ഭുതത്തോടെ. അത്ഭുതത്തോടെ മുത്തച്ഛൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പക്ഷിക്കുഞ്ഞിനെ കിട്ടിയത്? ദ ചിൽഡ്രൻ, കുട്ടികൾ, ടോൾഡ് ഹിം. ടോൾഡ് പറഞ്ഞു. ഹിം, അദ്ദേഹത്തോട് പറഞ്ഞു. ദ ഹോൾ, മുഴുവൻ, സ്റ്റോറി, കഥ. കുട്ടികൾ അദ്ദേഹത്തോട് മുഴുവൻ കഥയും പറഞ്ഞു. ദിസ് ഈസ് ദി ചിക്ക് ഓഫ് റെയിൻബോ ബേർഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ദിസ് ഈസ് ഇതാണ് ദ ചിക്ക് പക്ഷിക്കുഞ്ഞി ഓഫ് റെയിൻബോ ബേർഡ്. റെയിൻബോ ബേർഡിന്റെ അതായത് മഴവിൽ പക്ഷിയുടെ കുഞ്ഞാണ് ഇത്. ഗ്രാൻഡ്പ സെഡ്, ഗ്രാൻഡ്പ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ചോദിക്കുക, അവർക്ക് അത്ഭുതമായി, റെയിൻബോ ബേർഡ് മഴവിൽ പക്ഷിയോ? ദ ചിൽഡ്രൻ എക്സ്ക്ലൈംഡ്, കുട്ടികൾ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അപ്പോൾ മുത്തച്ഛൻ പറയാണ്, യെസ്, അതെ, വെൻ ഐ വാസ് യങ്, വെൻ അപ്പോൾ ഐ വാസ് യങ്, യങ് എന്നാൽ ചെറുപ്പം. വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുപ്പമായപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ്, നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ്, മഴവിൽ പക്ഷികൾ യൂസ്ഡ് ടു കം എന്നാൽ പതിവായി വരുമായിരുന്നു. ഹിയർ, ഇവിടെ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ് ഇവിടെ വരുമായിരുന്നു. വൈ ഡോണ്ട് ദി റെയിൻബോ ബേർഡ്സ് കം നൗ? എന്തുകൊണ്ടാണ് ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് വരാത്തത്? ആ പുഴ ആകെ മലിനമായി കിടക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ചിൽഡ്രൻ, മുത്തച്ഛനും കുട്ടികളും വാക്ട്, നടന്നു, ടു ദ റിവർ, നദിക്കരയിലേക്ക് നടന്നു. ദ റിവർ, നദി, വാസ് ആയിരുന്നു, ഡേർട്ടി, ഡേർട്ടി എന്നാൽ വൃത്തിയില്ലാത്തത്, ആൻഡ് കൂടാതെ ദ വാട്ടർ, വെള്ളം, വാസ് പൊല്യൂട്ടഡ്, മലിനമായിരുന്നു. ആ നദി വൃത്തിയില്ലാത്തതും അതിലെ വെള്ളം മലിനമായതുമായിരുന്നു. വാട്ട് വിൽ ദി ഗ്രാൻഡ് ഫാദർ ടെൽ ദം അബൌട്ട് ദി റെയിൻബോ ബേർഡ്സ്? മഴവിൽ പക്ഷികളെ കുറിച്ച് മുത്തച്ഛൻ അവരോട് എന്താണ് പറയുക? നമുക്ക് നോക്കാം. അദ്ദേഹം പറയുകയാണ്, ഇൻ മൈ ചൈൽഡ്ഹുഡ്, എന്റെ കുട്ടിക്കാലത്ത് ദ റിവർ, നദി, വാസ് ആയിരുന്നു, വെരി ക്ലീൻ, ക്ലീൻ എന്നാൽ വൃത്തിയുള്ള, ആൻഡ് ക്ലിയർ, തെളിഞ്ഞ. എന്റെ കുട്ടിക്കാലത്ത് നദി വളരെ വൃത്തിയുള്ളതും തെളിഞ്ഞതുമായിരുന്നു. റെയിൻബോ ബേർഡ്സ്, മഴവിൽ പക്ഷികൾ, വുഡ് കം, വരുമായിരുന്നു, ഇൻ ഫ്ലോക്സ്, കൂട്ടങ്ങളായി, ആൻഡ് എന്നിട്ട് സ്വിം, നീന്തും, ഇൻ ദ റിവർ, മഴവിൽ പക്ഷികൾ കൂട്ടങ്ങളായി വന്ന് പുഴയിൽ നീന്തുമായിരുന്നു. നൗ, ഇപ്പോൾ, ദ റിവർ ഓഫ് ഹരിതഗിരി, ഹരിതഗിരിയിലെ നദി, ഈസ് ഡേർട്ടി, ഡേർട്ടിയാണ്, വൃത്തിയില്ലാത്തതാണ്. സോ അതുകൊണ്ട് ദേ സ്റ്റോപ്ഡ്, അവർ, മഴവിൽ പക്ഷികൾ, സ്റ്റോപ്ഡ്, നിർത്തി, വിസിറ്റിംഗ്, സന്ദർശിക്കുന്നത്, അവർ വില്ലേജ്, നമ്മുടെ ഗ്രാമം. അതുകൊണ്ട് തന്നെ മഴവിൽ പക്ഷികൾ ഇപ്പോൾ നമ്മുടെ ഗ്രാമം സന്ദർശിക്കുന്നത് നിർത്തി. അതായത് മഴവിൽ പക്ഷികൾ ഇപ്പോൾ നമ്മുടെ ഗ്രാമം സന്ദർശിക്കാറില്ല. വിൽ ദ റെയിൻബോ ബേർഡ്സ് കം അഗെയിൻ? മഴവിൽ പക്ഷികൾ വീണ്ടും വരുമോ? ഹൗ വിൽ ദേ ബ്രിങ് ബാക്ക് ദ റെയിൻബോ ബേർഡ്സ്? അവരെങ്ങനെയാണ് മഴവിൽ പക്ഷികളെ തിരിച്ചു കൊണ്ടുവരിക? മഴവിൽ പക്ഷികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഹരിതഗിരിയിലെ പുഴ വൃത്തിയാക്കണം. ഈ ലെസൺ നമ്മൾ 3 പാർട്ടുകളായിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെയും തേർഡ് പാർട്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്.